ഹായ് ഓൾ, കിത്താൻ കിൻലോ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അടുപ്പിൽ വെച്ച നല്ല നാടൻ ചിക്കൻ കറി വിത്ത് കപ്പ ആയാലോ. കപ്പ നമ്മൾ നല്ല നാടൻ രീതിയിൽ ഉണ്ടാക്കി കേട്ടോ. അതേ ഇങ്ങനെ തുടിപ്പൊക്കെ വെച്ച് ഇളക്കി. എനിക്കിത് ഭയങ്കര ഫാൻറ്റസി ആയിട്ട് തോന്നി, അമ്മ ഇങ്ങനെ മിക്സ് ചെയ്യുന്ന കണ്ടു. അപ്പോൾ അതും കൂടി ഞാൻ വീഡിയോയിൽ ജസ്റ്റ് ഇൻക്ലൂഡ് ചെയ്തതേ ഉള്ളൂ. വീഡിയോയുടെ മെയിൻ സംഭവം എന്ന് പറഞ്ഞാൽ അടുപ്പിൽ വെച്ച ചിക്കൻ കറിയാണ് ഞാൻ വീഡിയോയിൽ കാണിക്കുന്നത്. ഒരുപാട് വലിച്ചു നീട്ടുള്ള വീഡിയോ ഒന്നുമല്ല, കാണണമെന്നുള്ളവരൊന്ന് കണ്ടു നോക്കുക കേട്ടോ. ആദ്യം തന്നെ എണ്ണ ഒഴിച്ച് കടുക് വറുത്തും നമ്മുടെ കൊച്ചുള്ളി എല്ലാം കൂടി അരിഞ്ഞ് കൊച്ചുള്ളിയും തേങ്ങയും കൂടി ഇട്ട് കടുക് വറുക്കുന്നതിൻ്റെ കൂടെ ഇട്ട് മിക്സ് ചെയ്ത് വച്ചിരിക്കുന്നതാണ് കേട്ടോ. അതിന് മുമ്പായിട്ട് അതിന് ചിക്കൻ നമ്മൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും മഞ്ഞൾപ്പൊടിയും കുരുമുളകൊക്കെ ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചു. 2 തക്കാളി ഉണ്ട്, പിന്നെ അത് നമ്മളിങ്ങനെ അരിഞ്ഞ് കുനുകുനാ അരിഞ്ഞിങ്ങനെ വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ നല്ല വിറകടുപ്പിലാണ് വയ്ക്കുന്നത് കേട്ടോ. തേങ്ങയും ഉള്ളിയൊക്കെ നല്ല വറുത്ത് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ അത്രയ്ക്ക് ആകാറാകുമ്പോഴത്തേക്ക് നമ്മൾ എന്ത് ചെയ്യും, തക്കാളി ഇട്ട് കൊടുക്കും. ഇതിൽ പ്രത്യേകിച്ച് സ്പെഷ്യൽ റെസിപ്പി ഒന്നുമില്ല, അടുപ്പിൽ വയ്ക്കുന്നു എന്നല്ലാണ്ട് വേറൊന്നും ഇല്ല കേട്ടോ. പിന്നെ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി ഒക്കെ നമ്മുടെ ആവശ്യത്തിന് എരിക്കും പാകത്തിനും അനുസരിച്ച് ഇട്ട് കൊടുക്കുക. ഉപ്പിട്ട് കൊടുക്കുക. പിന്നെ കുരുമുളക് പൊടി, ഗരം മസാല ഒക്കെ ഇട്ട് നന്നായിട്ട് വീണ്ടും മിക്സ് ചെയ്യുകയാണ് കേട്ടോ. നന്നായിട്ട് യോജിപ്പിച്ച് കൊടുക്കുന്നുണ്ട്. യോജിപ്പിച്ച് അതൊന്ന് വരണ്ട് വന്നിട്ട് നമ്മൾ ചിക്കൻ ഇടത്തുള്ളൂ. അപ്പോൾ ഇത് വീണ്ടും വരട്ടോ. കാര്യം കുറച്ചുകൂടെയൊക്കെ ആ മസാലയൊന്ന് നല്ല റെഡി ആവാൻ വേണ്ടിയിട്ട് പിന്നെയാണ് ചിക്കൻ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. ചിക്കനകത്ത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റൊക്കെ തേച്ച് പിടിപ്പിച്ചുകൊണ്ട് സെപ്പറേറ്റ് നമ്മൾ ഇടുന്നില്ല. അങ്ങനെ നമ്മൾ ആ ചിക്കൻ മൊത്തം അതിനകത്തോട്ട് ഇട്ട് കൊടുത്തു കേട്ടോ. ഇട്ട് കൊടുത്തിട്ട് കുറച്ച് വെള്ളം, നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരുന്നതിനകത്ത് വെള്ളം ഉണ്ടായിരുന്നല്ലോ, അതാണ് കേട്ടോ. അതും ഇട്ട് പിന്നെ വേണമെന്നുള്ളവർക്ക് ഗ്രേവി വേണമെന്നുള്ളവർക്ക് വീണ്ടും വെള്ളം ഒഴിക്കാം. ഇവിടെ നമ്മൾ കുറച്ചൊക്കെ കഴിഞ്ഞിട്ട് പിന്നെയും വെള്ളം ഒഴിച്ചായിരുന്നു കേട്ടോ. കാര്യം ഇവിടുത്തെ ഗ്രേവി വേണം, കപ്പയൊക്കെ കൂട്ടി കഴിക്കാനുള്ളതല്ലേ. പിന്നെ അടച്ച് വെച്ച് അങ്ങോട്ട് വേവിക്കാമെന്ന് വെച്ച് നന്നായിട്ട് തീയരിച്ച് കൊടുക്കുന്നുണ്ടായിരുന്നു. തീയരിച്ച് ഒന്ന് പൊക്കി നോക്കാമെന്നൊക്കെ വിചാരിച്ച് അടപ്പെടുത്ത് പതുക്കെ പൊക്കി നോക്കുവാണ്. അപ്പോൾ കണ്ടോ, നമ്മൾ ഒഴിച്ചതിൽ നിന്നും കൂടുതൽ വെള്ളം കയറി വന്നിട്ടുണ്ട്. അങ്ങനെ എന്തായാലും ചിക്കൻ കറി നല്ല സെറ്റ് എണ്ണയൊക്കെ തെളിഞ്ഞപ്പോഴത്തേക്ക് കറിവേപ്പില ഇട്ട് കൊടുത്തു. കറിവേപ്പില ഇട്ട് വീണ്ടും ഇളക്കുവാണ്. നല്ല തേങ്ങാക്കൊത്തൊക്കെ ഇട്ട വിറകടുപ്പിൽ വെച്ച നാടൻ ചിക്കൻ കറിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് വിറകടുപ്പിൽ വെച്ച് നോക്കുക. എപ്പോഴും ഗ്യാസ് അടുപ്പിലും കുക്കറിലും ഒക്കെ അല്ലേ ചിക്കൻ കറിയൊക്കെ വെക്കുന്നത് മിക്ക ആൾക്കാരും. ചിലർ ഇപ്പോഴും അടുപ്പിൽ വെക്കുന്നവരുണ്ട്. ഞങ്ങളുടെ വീട്ടിലൊക്കെ അടുപ്പിലാട്ടോ വെക്കുന്നത്. അപ്പം ഗ്രേവി വെച്ചേക്കാമെന്ന് വിചാരിച്ചു. കാര്യം കപ്പ കൂട്ടാൻ വേണ്ടി ഗ്രേവി വേണമല്ലോ. പക്ഷെ നിങ്ങൾക്ക് ഡ്രൈ ആയിട്ട് വെച്ച് കഴിഞ്ഞാൽ ചപ്പാത്തിയിലൂടെ നമുക്ക് റോസ്റ്റായിട്ട് കൂട്ടാം. ഇങ്ങനെ അടുപ്പിൽ തന്നെ ഇട്ടിരുന്നാൽ മതി, തീയും മാറ്റിയിട്ട്. അപ്പം നല്ല ഡ്രൈ ആയി റോസ്റ്റായിട്ട് വരും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾ അതിൻ്റെ ഗ്രേവി സെറ്റാക്കി എടുക്കുക. അപ്പോൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഈ പറയുന്ന കപ്പയൊക്കെ ഇങ്ങനെ തുടുപ്പൊക്കെ വെച്ച് ഇളക്കി സെറ്റ് ചെയ്ത് നോക്കൂ. അപ്പം നമ്മുടെ ചിക്കൻ കറി ഒന്നുകൂടെ ഞാൻ കാണിക്കുകയാണ് വെന്ത് വന്നിട്ടുള്ളത്. വെന്ത് ഗ്രേവിയൊക്കെ ആയിട്ടാണ് നമ്മൾ റെഡിയാക്കി വച്ചേക്കുന്നത്. അപ്പോൾ ഇത് റെഡി ടു സെർവ് ആണ്. എന്നാലും കുറച്ച് നേരവും കൂടെ വെച്ചിരിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. കാര്യം ചിക്കൻ നല്ല മുറ്റ് ചിക്കനായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് നേരവും കൂടി ഇട്ട് വേവിച്ചിട്ട് ഗ്രേവി പോവാണ്ട് വേവിക്കാമെന്ന് വിചാരിച്ചാണ് ഇങ്ങനെ തന്നെ വച്ചിരിക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. ടാറ്റാ, ബൈ, താങ്ക് യു.